ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഇന്ന് മൂന്നാർ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചേട്ടൻ ചേച്ചി ഹസ്ബൻഡായിട്ട് വന്നത്. അപ്പോൾ ഞാൻ അവർ വരുമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ ആ വഴിയുടെ അവിടേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹായ് പറ, ഹായ് പറ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മൾ മൂന്നാർ എത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് ആണ് നമ്മൾ മൂന്നാർ പോകണം. ഇനി ഒരു 30 കിലോമീറ്റർ. 34 കിലോമീറ്റർ. 24 കിലോമീറ്റർ. നമ്മങ്ങനെ ചായ കുടിക്കാൻ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് നിർത്തണം. നമ്മളിങ്ങനെ ഇടയ്ക്ക് നിർത്തി കുറച്ച് നേരം കിടന്നുറങ്ങി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇതാവും. മൂന്നാർ എത്തി ഗൈസ്. ഇപ്പൊ നമ്മളൊരു റൂം എടുക്കാനുള്ള പ്രിപ്പറേഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളോട് അന്നപ്പോ വലിയ പ്രശ്നം ഓക്കെ ഇങ്ങോട്ട് നോക്കൂ. ഹലോ, നമ്മളങ്ങനെ മൂന്നാറിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഒരു ഹോട്ടൽ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു നല്ലൊരു ഹോട്ടൽ കിട്ടാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മളൊരു റൂം നോക്കിയിട്ട് പോവാണല്ലേ. നല്ല റിസോർട്ടാണ്. ഒരു നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട്. ഇതാണ് നമ്മുടെ റൂം. നല്ല റൂമാണ്. നമ്മളിപ്പോൾ പോവാൻ നിൽക്കുകയാണ്. അതായത് കുറച്ച് നേരം ഒന്ന് ഫുഡൊക്കെ കഴിച്ച് നമുക്കൊന്ന് കറങ്ങി ഒക്കെ വരാം. ഓക്കെ, എല്ലാവരും ഹായ് പറ. ഓക്കെ, ഇങ്ങനെ നടക്കാണ്. നമുക്ക് കുറച്ച് ദൂരമൊക്കെ ഒന്ന് ഇങ്ങനെ നടന്ന് വേണം. ഓക്കെ, നമ്മളത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ കടകളും ഇതൊക്കെ ആയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് പോയതാണ്.
എന്നിട്ട് നമ്മളൊരു ബ്രെഡ് ഓംലെറ്റ് കഴിച്ചു. ഒരു മാഗി എനിക്കത് നിർബന്ധമായിരുന്നു. അങ്ങനെ കഴിച്ചു. നമ്മളിങ്ങനെ അവിടുത്തെ ഒരു ഇതൊക്കെ എന്തായാലും നമ്മളിവിടെ വരെ വന്നാലേ അപ്പം നമുക്കൊന്ന് കറങ്ങിയടിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പോയതാണ്. അപ്പോൾ കാറിൻ്റെ മുകളിലത്തെ സീറ്റ് എന്തോ ഓപ്പണാണ്. അപ്പോൾ ഞാനും ചേച്ചിയും കൂടിയിട്ട് അതിങ്ങനെ നല്ല രസമുണ്ടായിരുന്നു അതൊന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു യാത്ര ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക സുഖം ഉണ്ട്. അതെനിക്ക് നന്നായിട്ട് വൈബ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. നമ്മൾ അടുത്ത് വന്നേക്കുന്ന എക്കോ പോയിന്റിലേക്കാണ്. നമ്മളിങ്ങനെ എക്കോ തീർച്ചയായിട്ടും നമുക്കിങ്ങനെ കറക്റ്റ് 30 രൂപയാണ്. നമ്മുടെ ആകെ ഒരു നോട്ടായിട്ട് 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളപ്പോൾ ഇങ്ങനെ ചേട്ടനോട് ചോദിച്ചു 10 രൂപയ്ക്ക് തരുമോ, ഒരെണ്ണം തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് കിട്ടിയ ക്യാരറ്റാണ്. ഒരു 3-4 എണ്ണം കിട്ടി. നല്ല ക്യാരറ്റാണ്. നമ്മളിപ്പോൾ തിരിച്ച് എക്കോ പോയിന്റ് പോയി തിരിച്ച് നമ്മൾ പോവാൻ നിൽക്കുകയാണ്. നമുക്ക് പിന്നെ ഞങ്ങളിങ്ങനെ വെള്ളത്തിലൊക്കെ കളിക്കണം നമുക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഞാൻ പിന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഒരു കുറേ ദൂരം പോയിട്ട് മൂന്നാറിൽ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട് അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു. അവിടെ നമുക്കിങ്ങനെ ഒരു ഡാം പോലെ, ഒരു കുഞ്ഞൊരു ഡാം പോലെ നമുക്ക് ആ വെള്ളത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറാട്ടാം. നമ്മൾ എന്നിട്ട് ഇങ്ങനെ നടന്ന് അവിടെ കുറേ പേര് വരുന്നുണ്ട്. പക്ഷെ പോലീസുകാരൊക്കെ എന്താ നീറ്റായിട്ട് നമ്മളോട് പെരുമാറുന്നത്. നമ്മളിവിടെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ വെള്ളം കയറാൻ നല്ല രസമുള്ളൊരു പ്രദേശം. ഫുൾ മല ഇവിടെ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയ റിസോർട്ടിൽ അങ്ങനെ ഇന്നലെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ, നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി നമ്മളിത് ഹായ് പറ ഓക്കെ. അപ്പം നമ്മൾ കുളിച്ച് ഡ്രസ്സ് മാറി ഫ്രഷായിട്ട് നമ്മളിവിടെ വന്നിട്ടാണ്. അതെ, ഇവിടെ ഒരാളെ കാണിച്ചത്. അപ്പം നമ്മൾ ഈവനിങ്ങിലത്തേക്കുള്ള ഡിന്നറൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല ഒരു ആംബിയൻസ് ഒക്കെ ഉള്ള റിസോർട്ടാണ്. നല്ല റിസോർട്ടാണ്. നല്ല റൂമും വാഷ്റൂമൊക്കെ ആയാലും നല്ല സൂപ്പർ ആംബിയൻസ്. ഓക്കെ, നമുക്ക് ഇത് ഞാൻ ഊഞ്ഞാലാടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നല്ല രസത്തിലിങ്ങനെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഒരു വീഡിയോ എടുത്ത് ഇങ്ങനെ കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ രാത്രി ആ റിസോർട്ടിൽ നിന്ന് കറങ്ങാൻ പോയിട്ടാണ്. നല്ല ആംബിയൻസും, അതായത് നമുക്ക് തരുന്ന ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. നമ്മളവിടേക്ക് 1 മണിക്ക് കയറി 11 മണിക്ക് ചെക്കൗട്ട് ചെയ്യണം. പക്ഷെ നല്ല അതായത് രാത്രി വന്നിരിക്കാൻ നമുക്കിങ്ങനെ ലൈറ്റിങ്ങും ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു 5 കിലോമീറ്റർ ഉണ്ട് മൂന്നാർക്ക് കേട്ടോ. പക്ഷെ നല്ലൊരു യാത്രയായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാറായി. നമ്മൾ ആദ്യം ഒരു മഷ്റൂം സൂപ്പ് പറഞ്ഞു, പിന്നെ നൂഡിൽസ്, പനീർ കറി, പൊറോട്ട ഇതൊക്കെ പറഞ്ഞ് നമ്മൾ നല്ല ഫുഡ് ഇങ്ങനെ ഭയങ്കര കുശാലായി. ഇവരോട് എന്ത് പറഞ്ഞാലും നമുക്ക് ഉണ്ടാക്കി തരും. ചൈനീസ് ആയിക്കോട്ടെ ഇതായിക്കോട്ടെ, നല്ല ഫുഡായിരുന്നു. പിന്നെ പിറ്റേന്ന് രാവിലെ എണീറ്റ് നമ്മളൊന്നും കൂടി കറങ്ങാനൊക്കെ പോയി ചായയൊക്കെ കുടിച്ച്. എനിക്ക് സ്വീറ്റ് കോൺ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്വീറ്റ് കോൺ കഴിച്ച് പിന്നെ അവിടെ ഒരു കേവ് ഉണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് വീഡിയോയിൽ വരും. ഞങ്ങളിങ്ങനെ വൈബടിച്ച് ആയിട്ട് പോവാണ്.
ത്യാഗരാജ കീർത്തനം പോലെ എന്നുടെ ജീവിതം ഫുള്ളിപ്പോ ആരോഹണം അവരോഹണം അപമാനം ഒരു ലോഡത് കോരണം കളിയൊന്നുമില്ല റെഡ് ഫ്ലാഗുകൾ ചോരണം പെണിയില്ല പേരണം പെണിയത് ഭൂഷണമില്ലൊരു ഭൂഷണം ചെണ്ടയിൽ പെട്ട പള്ളിയാലും പോലെ ഉയരെങ്കിലും ആഘോഷിക്കുക ഞാൻ പറഞ്ഞ കട ഇതാട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു റോക്ക് കേവ് എന്ന് പറഞ്ഞിട്ടൊരു കേവ്. നമ്മളതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയി. ഞാൻ ചേച്ചിനെ ഇങ്ങനെ പേടിപ്പിച്ച് നിൽക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോയി അതിൻ്റെ ഉള്ളിൽ ഒരു ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റണ ഒരു ഗുഹ പോലത്തെ. അപ്പോൾ ബാക്കിൽ നമ്മുടെ അവിടുത്തെ ഒരു മലയാളികൾ വന്നിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറിയൊരൊന്നും അസ്ഥിക്കൂടായിട്ട് തിരിച്ചു വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പേടിപ്പിച്ചു. പക്ഷെ നമ്മളിങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ടാ നല്ലൊരു രസമുണ്ടായിരുന്നു. എനിക്ക് ആ മറ്റേ ഗുണ കേവൊക്കെ ഓർമ്മ വന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇവിടെ നിന്ന് അതേ ഓപ്പോസിറ്റ് കടയിൽ നിന്ന് നമ്മളിങ്ങനെ ചായയും മസ്റ്റാണ് ഇവർക്കൊക്കെ. എനിക്ക് അങ്ങനെ നിർബന്ധമില്ല, പക്ഷെ ചായയൊക്കെ കുടിച്ച് അവിടുത്തെ ഭയങ്കര കോടയായിരുന്നു കേട്ടോ. ഭയങ്കര കോടയായിരുന്നു ആ സമയത്ത്. പിന്നെ പെട്ടെന്ന് നിന്നു. പിന്നെ ഞാൻ ഹൈ കാണിച്ച് ഒരു ചേച്ചിയുടെ ഹസ്ബൻഡ്, പിന്നെ ഞാൻ. അപ്പോൾ ഞങ്ങൾ മേഘങ്ങൾ പോലെ നല്ല രസമാണ്. അതായത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇടയ്ക്ക് നമ്മൾ ഇത്രയും വർക്ക് പ്രഷറും പഠിപ്പും ഇതൊക്കെ ഇതാക്കി നിൽക്കണം. നമുക്ക് അത്രയും പ്രിയപ്പെട്ടവരുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡേയ്സ് നമ്മുടെ മെമ്മറീസായിട്ട് കൊണ്ടു നടക്കുമ്പോഴൊരു സുഖം അതൊരു പ്രത്യേക ഫീലായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പലവട്ടം. ഞാൻ ഭയങ്കരമായിട്ട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ ഏതൊരു യാത്രയും ഒരു നെഗറ്റീവ് ഇല്ലാണ്ട് ഭയങ്കര സന്തോഷമായിട്ട് ഹാപ്പി ആക്കിയിട്ട് കൊണ്ട് അവസാനിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഒരു യാത്രയായിരുന്നു കേട്ടോ ഇത്. നല്ലൊരു 2 ഡേ എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു 2 ദിവസങ്ങളിലൊന്ന്, ഒന്നല്ല 2. ഓക്കെ. അപ്പം അങ്ങനെ നമ്മൾ പിന്നെ മൂന്നാറിൽ പിന്നെ ഇതൊക്കെ ഉള്ളൂ കാണുന്നു, ഇതൊക്കെ ഉള്ളൂ. പക്ഷെ ആ സമയത്ത് നമുക്ക് അത്രയും പ്രിയപ്പെട്ടവരുടെ കൂടെ പോകുമ്പോൾ പിന്നെ തിരിച്ചു വരവ് അതൊക്കെയാണ് കേട്ടോ നല്ല ഓർമ്മ. ഇത് ഞാൻ ചേട്ടൻ ഇങ്ങനെ പരാതി ഇങ്ങനെ പറയാണ്ട് ഒരു വീഡിയോ എടുക്കുക. ആള് ഭയങ്കര പാട്ടിലൊക്കെ ഇങ്ങനെ മുഴുകി ഇങ്ങനെ ഇരിക്കുക. എന്തൊരു Ready?
നമ്മൾ തിരിച്ച് പോരായിട്ടോ. പക്ഷെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടിയിരുന്നു, നല്ല ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്നൊരു വെള്ളച്ചാട്ടത്തിന് കണ്ടു. അത് കഴിഞ്ഞ് നമുക്ക് നേരിട്ട് ഉച്ചയ്ക്കുള്ള ഫുഡാണ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് പോരുകയാണ് ചെയ്യുന്നത്. തിരിച്ച് പോകുന്ന വഴിക്കാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. നല്ലൊരു ഊണായിരുന്നു. കൊഴുവറുത്തും ഓംലേറ്റും പപ്പടവും എലിശ്ശേരിയൊക്കെ കൂടിയിട്ട്, എലിശ്ശേരിയില്ല അവിയലൊക്കെ കൂട്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുമ്പോൾ നമ്മളൊന്ന് അതിരപ്പള്ളി വഴിക്ക് കയറി കേട്ടോ. നമുക്ക് കുറേ നാളായി അതിരപ്പള്ളി പോകണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും വരുന്ന വഴിക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി. അപ്പോൾ ഈ ഒരു യാത്ര നല്ല ഭംഗിയുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. അങ്ങനെ ഈ യാത്രയുടെ ഓർമ്മകളായിട്ട് ഞങ്ങൾ തിരിച്ചു വന്നേക്കാണ്. അടുത്ത വീഡിയോയ്ക്ക് കാണുന്നവരെ. അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, കുറേ തെറ്റുകുറ്റങ്ങളും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക, സഹകരിക്കുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.